എന്താണ്ട് പറയണ്ടല്ലോ. അച്ഛനോട് അവിടെ പള്ളിയിൽ ഹലോ ഗായ്സ്, ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ എടുത്ത ഞങ്ങളുടെ ചേട്ടന്റെ മോന്റെ കൊച്ചിന്റെ മാമോദിസയുടെ വീഡിയോ ആണ് ഞങ്ങൾ ഇടുന്നത്. ഞങ്ങൾ കോതമംഗലത്താണ് ഞങ്ങളുടെ വീട്. അപ്പൊ കോതമംഗലം ചെറിയ പള്ളിയിലാണ് കൊച്ചിനെ മാമോദിസ മുക്കിയത്. ഞങ്ങളുടെ ചേട്ടന്റെ മകൻ വൈശാഖ്, അവന്റെ വൈഫ് ഫിനു, അവരുടെ രണ്ടാമത്തെ കുട്ടിയാണ് ഏലമ്മക്കുട്ടി. ഞങ്ങളുടെ കുഞ്ഞു മാലാഖയായ ഏലമ്മക്കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധവും അനുഗ്രഹീതവുമായ ഒരു നിമിഷമാണ് ഈ മാമോദിസ. പരിശുദ്ധമായ മാമോദിസ തൊട്ടിലിൽ വെച്ച് കുഞ്ഞ് സഭയുടെ ഭാഗമാവുന്ന മനോഹരമായ നിമിഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നത്. ഏലമ്മയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എന്നും കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങളെ പ്രത്യാശിക്കും. ഏലമ്മക്കുട്ടിയുടെ കുഞ്ഞേച്ചിയാണ് കുഞ്ഞുമേരി. കുഞ്ഞുമേരി ഏലമ്മക്കുട്ടിക്ക് വേണ്ടി ചെയ്ത ബ്ലാങ്കറ്റിൻ്റെയൊക്കെ ഒരു വീഡിയോയും കൊച്ചിൻ്റെ 28 കെട്ടിൻ്റെ വീഡിയോയൊക്കെ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തതാണ്. ഇവർ കാനഡയിലാണ്. ഞങ്ങൾ കാനഡയ്ക്ക് പോയതും ആ ചടങ്ങുകളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഉപ്പാണോ ഉപ്പ് പറുദീസയിലാദാം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കും നീ നാൾ നിൻവായി സ്നാനത്തിൻ ശിശുവേ സശുഭം പോവുക നീ നദി ചെയ്യുക നിന്നെ കാക്കും ശ്ലീബായി ജനകാ സംസ്തുതി തേ തനയാ സ്തോത്രം തേ വിമലാത്മാവേ തേ നദിയും കീർത്തനവും സഭയെ ഈ സ്നാനത്തെ
ഏലുക്കുട്ടി 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 ശരി. ആ ഇപ്പൊ ചിരിച്ചു ഇപ്പൊ ചിരിച്ചു ഇപ്പൊ ചിരിച്ചു. പൊങ്ങി ഇരിക്കാൻ പോണേന്ന് തോന്നുന്നു അല്ലേ? ഏയ് ഏയ് അത് നല്ല പോസാ. ഉപ്പാണോ ഉപ്പാണോ ഉപ്പ് അത് നല്ല ഉപ്പാണല്ലോ നല്ല ഉപ്പാണല്ലോ. എന്താണ്ട് പറയണ്ടല്ലോ. അച്ഛനോട് അവിടെ പള്ളിയിലിരുന്നപ്പോ എന്ത് വർത്താനം നടക്കുന്ന ആരമ്മ ഏ കുട്ടിയേ ഏ കുട്ടിയേ. Let me introduce myself. എന്നെ പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിയില്ല, അതെനിക്ക് അറിയാം. എന്നാലും എന്നെ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട്. I am Elsa Baby, അമ്മായി ഓഫ് ടുഡേസ് ഷൈനിങ് സ്റ്റാർ. കുട്ടികളെ ക്ഷേമ സ്നേഹത്തോടെ അമ്മി എന്നാണ് വിളിക്കുന്നത്. ഈ അമ്മിക്കല്ല് എന്ന് അവരാക്കുമോ എന്ന് എനിക്ക് ഞാൻ ആലോചിക്കേണ്ടിയിരുന്നില്ല, അങ്ങനെ ഒരു ഷോർട്ട് ഫോം മാറ്റി കൊടുത്തപ്പോൾ. പക്ഷേ ഇന്നത്തെ ജെൻസി കിഡ്സിന് പോലും അമ്മിക്കല്ല് എന്താണെന്ന് ശരിക്കും അറിയത്തില്ല. അപ്പൊ പിന്നെ കാനഡയിൽ ജനിച്ചു എന്നെ എന്തായാലും അമ്മിക്കല്ലെന്ന് വിളിക്കില്ല. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അവരെ അമ്മി എന്ന് വിളിക്കാനായിട്ട് പഠിപ്പിച്ചത്. ആയിട്ട് എൻ്റെ കുഞ്ഞി എൻ്റെ കൂടെ വന്നു.
ഞങ്ങൾ കുഞ്ഞുമേരി കേട്ടോ. കുഞ്ഞുമേരിനെ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നത് ആ കുഞ്ഞുമേരിനെ. കുഞ്ഞി എനിക്ക് കൂട്ടി വന്നില്ല അമ്മയ്ക്ക്. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. നമ്മുടെ കർത്താവിന്റെ ഈ അനുഗ്രഹത്തെ നന്ദിയോടെ ഓർത്ത് ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കാം. So it's my pleasure to now hand over the mic to Kunyi, who is the most deserving child, to extend a warm welcome to her cute little sister. My name is Marita Isaac. I'm here to welcome my little sister Mariella Isaac to the stage with Appa and Amma. We call her Elukuti. She is 7 months old. I will give the mic to Amma. Thank you. That was so cute, Kunyi. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോൾ തന്റെ പേരൻസിനേക്കാൾ കൂടുതൽ സന്തോഷവും ആകാംക്ഷയും കാത്തിരിപ്പും ഉള്ള ചിലർ നമ്മുടെ വീട്ടുകളിലുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതാരായിരിക്കും? ആരെങ്കിലും പറയുന്നുണ്ടോ? ആർക്കറിയില്ല? മറ്റാരുമല്ല, ഗ്രാൻഡ് പേരൻസ്. അവരല്ലേ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്നത്. എന്താണ്, ആരാണ്, കുഞ്ഞാണ്, എങ്ങനെയാണെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും അവർക്കല്ലേ. അമ്മമ്മയും അതിലുപരി എൻ്റെ അപ്പയും അമ്മയും ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മാമോദീസ ദിനത്തിൽ കുഞ്ഞിനോടൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു വ്യക്തിയുണ്ട്. കുഞ്ഞിനെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഗോഡ് ഫാദർ ഓർ ഗോഡ് മദർ. ഞങ്ങളുടെ ഏലുവിൻ്റെ ഗോഡ് മദർ അവളുടെ ഗ്രാൻഡ് മദറായ വത്സാൻറ്റിയാണ്. സോ ഐ ഇൻവൈറ്റ് ഹർ മെറ്റേണൽ ഗ്രാൻഡ് പാരൻസ് ബേബി അങ്കിൾ ആൻഡ് വത്സാൻറ്റി ടു ദ സ്റ്റേജ്. എലിക്കുട്ടി ഉണ്ടായത് ജൂൺ 5-നാണ്. ഇപ്പോ 7 മാസമായി. ഇരിക്കാനൊക്കെ ആള് പഠിച്ചു. പക്ഷെ ആൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കൈ പിടിച്ച് നിൽക്കാനാണ്. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കൂടെ ഓടിക്കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഏലിക്കുട്ടി വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഏലിക്കുട്ടിയുടെ കുഞ്ഞേച്ചിക്ക് തന്നെയാണ്, അല്ലേ ചേച്ചി? അവളുണ്ടായ ദിവസം ആദ്യമായിട്ട് കുഞ്ഞ് വന്ന് അവളുടെ മടിയിലെത്തി. അതിനുശേഷം എല്ലാ കാര്യം ടേക്ക് കെയർ ചെയ്യാൻ കുഞ്ഞിക്ക് തന്നെയാണ് താല്പര്യം. അവൾ ഓരോ ദിവസം ഓരോന്ന് ചോദിച്ച് പഠിക്കും. എങ്ങനെയാണ് ബേബീനെ ഓരോരോ കാര്യം ചെയ്യുന്നത്, ക്രീം വരണം എങ്ങനെയാണ്, ഉടുപ്പ് മാറണം എങ്ങനെയാണ്, ഡയപ്പർ ചേഞ്ച് ചെയ്യണം എങ്ങനെയാണ്. സോ അതെല്ലാം അവർക്ക് തന്നെ ചെയ്യാനായിരുന്നു ഇഷ്ടം. സോ പയ്യെ അവളത് പഠിക്കുകയും ചെയ്തു. ഞങ്ങളുടെ നന്നായിട്ട് നോക്കുന്നുമുണ്ട്. സോ ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തോ ഒരു മാജിക് പോലെ കുഞ്ഞ് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് തന്നെ ഓർമ്മ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങൾ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ നിന്നു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ല വിധം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. എനിക്കായി നിർമ്മിക്കപ്പെട്ട നാളുകൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇന്ന് മറിയല്ല ഐസക് എന്ന ഞാൻ എലിസബത്ത് എന്ന മാമോദീസ നാമത്തിൽ ക്രിസ്ത്യാനി സഭയുടെ അംഗമായി മാറിക്കഴിഞ്ഞിരുന്നു. അതിനായി എന്നെ സൃഷ്ടിച്ച സർവശക്തനായ പിതാവിനോടും എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഏലിക്കുട്ടിയുടെ ഈ മെസ്സേജ് അവളുടെ പാരൻസിന് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു. അപ്പോൾ ചോദ്യോത്തര പങ്ക്തിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി ക്യാൻഡിൽ ലൈറ്റ് ഉണ്ട്, കേക്ക് കട്ടിംഗ് സെറമണി ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് എ സിംബോളൈസ് ഗോഡ്സ് ലൈഫ് ബ്ലെസ്സിങ് ആൻഡ് ഗൈഡൻസ് ഇൻ ബേബീസ് ലൈഫ്. അപ്പോൾ ഈ ചടങ്ങ് ആശീർവദിക്കുന്നതിന് വേണ്ടി ഐ ഇൻവൈറ്റ് റെവറൻഡ് ഫാദർ പൗലോസ് പാലേക്കര കോറെപ്പിസ്കോപ്പ and Reverend Father Sergeant George Kurikapilli to the stage to bless us with their prayers for the candle lighting and cake cutting ceremony. നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു സന്ധ്യയാണ് ഇത്. പ്രിയ മകൾ മരിയല്ല ഇന്ന് മാമോദീസ സ്വീകരിച്ച് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് വിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്ത് ഒരു ക്രിസ്ത്യാനിയായി പരിശുദ്ധ സഭയോട് ചേർന്ന് ദൈവത്തിൻ്റെ മകളായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. പറയക്കര കുടുംബത്തിൻ്റെ ഈ സന്തോഷം നമ്മളെല്ലാവരുടെയും സന്തോഷമായി ഈ സന്ധ്യയിൽ നമ്മൾ അനുഭവിക്കുകയാണ്.
മക്കൾ ഇവിടെ നമ്മൾ പറഞ്ഞു, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. മാതാപിതാക്കളുടെ സന്തോഷത്തിനും തലമുറകളെ നിലനിർത്തുന്നതിനും കുടുംബം പണിയുന്നതിനെല്ലാമുള്ള ബുദ്ധിയും ജ്ഞാനവും നൽകി മക്കളെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സംപ്രീതി തോന്നുമ്പോഴാണ്. പ്രിയ മക്കളുടെ ജീവിതം ദൈവത്തിന് പ്രീതികരമായി സമർപ്പിച്ചപ്പോൾ ദൈവം നൽകിയ വലിയ ദാനമാണ് 2 മക്കൾ. മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുമകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ബേബിച്ചേട്ടനെ കുടുംബത്തെയും നമുക്കറിയാം. ബേബിച്ചേട്ടൻ നമ്മുടെ പള്ളിയുടെ പുതുമൂല ചെറിയ പള്ളിയുടെ പല്ലാണ്ട് ട്രസ്റ്റിയായ ഈ വർഷം പൗരോഹിതനായിരിക്കുകയാണ്. എല്ലാവിധമായ നന്മകളും ആ സന്തോഷത്തിൻ്റെ കൂടെ മറ്റൊരു സന്തോഷം കൂടെ ദൈവം നൽകുമ്പോൾ നമുക്ക് ആ സന്തോഷം പങ്കുചേരാൻ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കുടുംബത്തിന് നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ തിരി കത്തിക്കണം. നിങ്ങളെല്ലാവരും കൂടെ നമ്മളെല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും വെളിച്ചമാകുന്ന കർത്താവിനെ ഉയർത്തിക്കാട്ടുകയാണ്. ഇപ്പോൾ ഗ്രാൻഡ് പേരൻസും കുഞ്ഞിൻ്റെ പേരൻസും എല്ലാം കൂടെ തിരി കത്തിക്കും. അതിനുശേഷം കേക്ക് ആശീർവദിച്ച് കട്ട് ചെയ്യുന്നതാണ്. പേരൻസും ഗ്രാൻഡ് പേരൻസും ചേർന്ന് കേക്ക് മുറിച്ച് കുഞ്ഞിനെ മധുരം കൊടുക്കുകയാണ്. മാലയിലേക്ക് നോക്കണല്ലേ? കണ്ണടക്കി കണ്ണീർ